ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഗംഭീര പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഇന്ന് പൗളിസ്റ്റ എവണിൽ നടന്ന മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സാന്റോസ് ഇന്റർ ഡി ലിമേറ എന്ന ടീമിനെ പരാജയപ്പെടുത്തിയത്. ആ 3 ഗോളുകളിലും നെയ്മറെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു ഗോൾ അദ്ദേഹം കണ്ടെത്തി, 2 അസിസ്റ്റുകൾ സ്വന്തമാക്കി. ഒരു ഒളിമ്പിക്കോ ഗോളാണ് നെയ്മർ ജൂനിയർ ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും ആകെ കണക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. ആകെ 441 ഗോളുകൾ നെയ്മർ ജൂനിയർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഇന്നത്തെ ഇരട്ട അസിസ്റ്റുകളോടുകൂടി 257 അസിസ്റ്റുകളും നെയ്മർ പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് കരിയറിൽ ആകെ 698 ഗോൾ പങ്കാളിത്തങ്ങൾ നെയ്മർ വഹിച്ചു കഴിഞ്ഞു. ഇത് പ്രൊഫഷണൽ കരിയറിലെ ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളാണ്, ഒപ്റ്റയുടെ കണക്കുകളാണ്. ഏതായാലും നെയ്മറുടെ ആ ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നെയ്മർ ജൂനിയർ ഇന്ന് ഒരു ഗോൾ നേടി. ഈ സീസണിലെ നെയ്മറുടെ 2ാമത്തെ ഗോളാണ് ഇത്. 2025 രണ്ടാമത്തെ ഗോളാണ്. അതുപോലെ തന്നെ പൗളിസ്റ്റ എവണിലെ 55ാമത്തെ ഗോളാണ് നെയ്മർ ജൂനിയർ നേടുന്നത്. സാന്റോസ് എഫ്സിക്ക് വേണ്ടി ആകെ 138ാമത്തെ ഗോളാണ് നെയ്മർ ഇപ്പോൾ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലബ്ബ് കരിയറിൽ നെയ്മർ ഇതോടുകൂടി 362 ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സീനിയർ കരിയറിൽ ആകെ ക്ലബിനും രാജ്യത്തിനും വേണ്ടി 441 ഗോളുകളാണ് നെയ്മർ ജൂനിയർ നേടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നെയ്മറുടെ ഗോളുകളുടെ കണക്കുകൾ വരുന്നത്. ഇനി അസിസ്റ്റുകളുടെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആകെ 257 അസിസ്റ്റുകൾ നെയ്മർ നേടിയിട്ടുണ്ട്. ഈ സീസണിലെ 3 അസിസ്റ്റുകൾ നെയ്മർ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. 2025 3 അസിസ്റ്റുകൾ, പൗളിസ്റ്റ എവണിൽ നെയ്മർ 29 അസിസ്റ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സാന്റോസിന് വേണ്ടി നെയ്മർ 67 അസിസ്റ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കരിയറിൽ ആകെ 257 അസിസ്റ്റുകൾ. ഇങ്ങനെയാണ് നെയ്മറുടെ ആകെയുള്ള ഗോളുകളുടെയും അതുപോലെ തന്നെ അസിസ്റ്റുകളുടെയും കണക്കുകൾ വരുന്നത്. നെയ്മർ ഗംഭീര പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. 9.6 ആണ് അദ്ദേഹത്തിന്റെ ഒരു റേറ്റിംഗ് വരുന്നത്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ഇതേ നെയ്മർ ജൂനിയർ തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.